Assalamualaikum, welcome back to our channel. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു പീസ് പംകിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരു സ്പെഷ്യൽ എഫേർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എപ്പോഴെങ്കിലും മത്തൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പീസ് മത്തൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ നമുക്കത് ഈസിയായിട്ട് നമ്മുടെ ഫേസിലും കൂടെ ഒന്ന് യൂസ് ചെയ്യാം. പംകിൻ നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ചെറിയൊരു പീസ് മതി ആക്ച്വലി. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവുമ്പോൾ നമ്മൾ പംകിൻ്റെ പീസ് അതിലിട്ട് കൊടുക്കുക. അതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാറി അത് തണുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ പംകിൻ കൊളാജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള ചുളിവുകൾ, ലൈൻസ് ഒക്കെ അത് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല പ്രായക്കുറവ് തോന്നും ഫേസ്. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കിന്ന് നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളത് മിക്സിൻ്റെ ജാറിൽ ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് അടിച്ചെടുത്ത ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാവുന്ന അത്രയും ഭാഗത്തിന് ചെറിയൊരു പീസ് കുക്ക് ചെയ്താലും മതി. ഇനി ഒരു ടേബിൾ സ്പൂൺ പംകിൻ എടുത്തു. നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പാല്, പിന്നെ ഒരു 2 to 3 ഡ്രോപ്സ് തേന്, ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതത് ഫേസിൽ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പംകിനിൽ വൈറ്റമിൻ എ, അതേപോലെ സിങ്ക് ഒക്കെ ഉണ്ട്. അപ്പം അത് നമ്മുടെ ഫേസിലുള്ള ആക്നി, പിഗ്മെൻറ്റേഷൻ, അതുപോലെ സ്കാർസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് വെയിൽ കൊണ്ടിട്ടുള്ള UV റേസ് ഒക്കെ ഫേസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.